നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെ തന്നെ ഇന്ത്യൻ പ്രതിനിധികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനെ ഇറാൻ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയുടെ വകയുള്ള വെടിക്കെട്ട് തുടരുകയാണ്. കനത്ത വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യയെ കൂടി ആശങ്കയിലാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചബഹാർ തുറമുഖത്തിന് നേരെ ചരിത്രത്തിലാദ്യമായി US ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യക്കടക്കം കൃത്യമായി പങ്കാളിത്തമുള്ള തുറമുഖമാണ് ചബഹാർ. അവിടെയാണ് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. വൻകരകളുടെ വാണിജ്യ ഇടനാഴിയായി പ്രവർത്തിക്കുന്ന ചബഹാറിലെ മാരിടൈം ട്രാഫിക് കൺട്രോൾ ടവറും റവല്യൂഷണറി ഗാർഡിന്റെ നാവിക താവളവുമാണ് ഇപ്പോൾ US യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുന്നത്. 10ഓളം വൻ സ്ഫോടനങ്ങളാണ് നഗരത്തിൽ ഉണ്ടായതെന്നും നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ബുഷെഹർ, ചബഹാർ, ബന്ദർ അബ്ബാസ്, സിറിക്, ജാസ്ക് എന്നീ തീരദേശ നഗരങ്ങൾക്ക് പുറമെ അബു മൂസ ദ്വീപിനെ ലക്ഷ്യമാക്കിയും US സേന വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആക്രമണത്തിൽ ഇറാൻ ഷഹർ നഗരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചബഹാർ നഗരത്തിൽ ആക്രമണത്തെ തുടർന്ന് വ്യാപകമായ വൈദ്യുതി തടസ്സമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കപ്പൽ അടുക്കുന്ന 2 ഡെക്കുകൾക്കും മാരിടൈം ട്രാഫിക് കൺട്രോൾ ടവറിനും മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ചബഹാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇത് ഇന്ത്യയുടെ പ്രധാന വിദേശാടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നിനെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം ചബഹാറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം. തെക്ക് കിഴക്കൻ ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് ഈ തുറമുഖം. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനുമായി മധ്യേഷ്യയുമായി നേരിട്ടുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ചാബഹാർ തുറമുഖത്ത് വൻതോതിൽ നിക്ഷേപം നടത്തുകയും ഷാഹിദ് ബെഹഷത്തി ടെർമിനൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ഗൊദാർ തുറമുഖത്തിന് വെറും 170 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം ഇന്ത്യൻ മഹാസമുദ്രത്തെ മധ്യേഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സുവർണ കവാടമായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇന്ത്യക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗവുമാണിത്. സമുദ്ര ഗതാഗത നിയന്ത്രണ ടവറും 2 മറൈൻ പിയറുകളും ഉൾപ്പെടെയുള്ള പ്രധാന തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചബഹാർ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളുമായി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഇന്ത്യക്ക് കൃത്യമായിട്ട് പങ്കാളിത്തമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അമേരിക്ക ചബഹാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതികളെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള ഒരു ആശങ്ക കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഇതുവരെയായിട്ടും ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനെ ആശ്രയിക്കാതെയാണ് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഒരു ബദൽ വ്യാപാര പാത വികസിപ്പിക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ ചബഹാർ തുറമുഖം. ഇന്ത്യയെ യൂറേഷ്യയിലുടനീളമുള്ള വിപണികളുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഒരു നിർണായക കണ്ണിയായി ഈ തുറമുഖം പ്രവർത്തിക്കുന്നു. 2024 മെയ് മാസത്തിൽ ചബഹാറിലെ ഷാഹിദ് ബെഹഷത്തി ടെർമിനൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള 10 വർഷത്തെ കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സമുദ്ര വ്യാപാര കാൽപ്പാടുകൾ വികസിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ചുവടുവയ്പായും അടയാളപ്പെടുത്തിയിരുന്നു. ഈ വർധനവ് തുറമുഖത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും മേഖലയിലെ സ്ഥിരതയുള്ള ഗതാഗത ഇടനാഴിക്കായുള്ള ഇന്ത്യയുടെ പദ്ധതികളെ സങ്കീർണമാക്കുകയും ചെയ്യും. ഇറാൻ തീരത്ത് അമേരിക്ക തുടർച്ചയായി നടത്തുന്ന കടുത്ത സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ അയൽ രാജ്യമായ ബഹ്റൈനിലും യുദ്ധഭീതി ശക്തമായി. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ ആശങ്കകൾ ഉയരുന്നത്. രാജ്യത്തുടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങളൊക്കെ തന്നെ പരിഭ്രാന്തിയിലായി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അയൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഹോർമുസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായാണ് തങ്ങൾ ഈ സൈനിക നടപടി കടുപ്പിച്ചതെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. രാജ്യാന്തര സമുദ്രപാതയിലെ സ്വതന്ത്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ കാണിക്കുന്ന അനാവശ്യമായ പ്രകോപനങ്ങൾക്കും ആക്രമണങ്ങൾക്കും കടുത്ത വില നൽകേണ്ടി വരുമെന്നും അമേരിക്കൻ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സമാധാന കരാർ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വ്യോമാക്രമണം അതിരൂക്ഷമായത്. ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഔദ്യോഗികമായ സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയിട്ടില്ലെന്നും വാഷിംഗ്ടൺ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ ആക്രമണങ്ങളുടെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ നയതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞ മട്ടാണ്. ഇറാനെതിരെയുള്ള ഈ സൈനിക നീക്കം ഒരു പരമ്പരാഗത യുദ്ധമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാന്റെ ആണവായുധ ശേഷി പൂർണ്ണമായും തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ അനുവദിക്കില്ലെന്നും ലോക സമാധാനത്തിന് അത് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മധ്യപൂർവ്വ ഏഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ ആഗോള ഊർജ്ജ വിപണിയിൽ വീണ്ടും വൻ ഭീതി പടരുകയാണ്. ഏഷ്യൻ വിപണികളിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിച്ചു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $78.80 US ഓയിൽ വില $74.30 ഉയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴി നടത്തുന്ന എണ്ണ വിതരണം തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയാണ് വിലക്കയറ്റത്തിന് കാരണം. പേർഷ്യൻ ഉൾക്കടലിലെ തർക്കദ്വീപായ അബു മൂസയ്ക്ക് നേരെയും റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇതോടൊപ്പം ബന്ദർ അബ്ബാസിന്റെ കിഴക്കുള്ള മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ നടന്നു. UAEയും ഇറാനും തമ്മിൽ കാലങ്ങളായി ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന അബു മൂസ തുനബ് ദ്വീപുകളിലെ ആക്രമണം മേഖലയിലെ മറ്റ് സഖ്യരാജ്യങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന ഭീതി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 3 പ്രമുഖ വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത്. മാർഷൽ ഐലാൻഡ്, സൗദി അറേബ്യ, ലൈബീരിയൻ പതാകകൾ വഹിച്ച കപ്പലുകൾക്കാണ് ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ച് കേടുപാടുകൾ സംഭവിച്ചത്. അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴിയെ അവതാളത്തിലാക്കാനുള്ള ഇറാന്റെ ഈ ശ്രമങ്ങളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കാനാണ് US വ്യോമസേന ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഒമാൻ നിർദ്ദേശിച്ച ബദൽ പാതകളെ നിരാകരിച്ച് സ്വന്തം നിലയിൽ തീരുവ പിരിക്കാനും സഞ്ചാരം നിയന്ത്രിക്കാനും ഇറാൻ ശ്രമിച്ചതായാണ് പ്രശ്നം വഷളാക്കിയത്. ഇറാന്റെ ഈ ഏകപക്ഷീയമായ നിലപാടിനെതിരെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ ഇറാൻ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഗൾഫ് മേഖലയിലാകെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രത്യാക്രമണം തുടരുകയും ഇറാന്റെ പ്രധാന തുറമുഖങ്ങളും സൈനിക താവളങ്ങളും തകരുകയും ചെയ്യുന്നതോടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പാളുകയാണ്.